അഭിപ്രായം. റൈറ്റ്. ഞാനിനി ഒരു പേഴ്സണൽ കാര്യം കൂടി ചോദിച്ചോട്ടെ. സി എമ്മിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം വന്നെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ മാറ്റം വരുത്തിയതാണോ, അങ്ങനെ മാറ്റം വരുന്നതാണോ, അതല്ല ഒരു കർക്കശക്കാരനാണ് എന്ന് പൊതുവേയുള്ളൊരു പൊതുജനാഭിപ്രായം എങ്ങനെയോ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനിടയിൽ സി എം പറഞ്ഞൊരു അഭിപ്രായം മറ്റേ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞത് വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കി UDF മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ നേരിട്ട് അദ്ദേഹത്തെ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിച്ചു, ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, അതൊരു പൊതുയോഗ വേദിയിലായിരുന്നു. ഒരു ചോദ്യം പൊതുവെ ഈ കർക്കശ സ്വഭാവം എന്നുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിട്ടിയതാണോ, അതല്ല അത് നിർമ്മിക്കപ്പെട്ടൊരു ശരീരഭാഷയാണ്? അങ്ങനെ ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും പിന്നെ നമ്മൾ പച്ചയായ മനുഷ്യരല്ലേ ഓരോരുത്തരും. അത് ഓരോ ഘട്ടത്തിലുള്ള അന്നത്തെ നിലക്കനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്. പൊതുവെ ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരു ശീലമുണ്ടോ? അങ്ങനെയല്ല, ദേഷ്യത്തിൻ്റെ അല്ല, പ്രതികരണങ്ങൾ അപ്പോൾ വേണമല്ലോ, അതേ ഉള്ളൂ. ഇപ്പോൾ പൊതുയോഗത്തിൽ ചോദ്യം എന്ന് പറയുന്നത് സാധാരണ ആരും ചോദിക്കുന്നൊരു കാര്യമല്ല, ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു പത്രസമ്മേളനത്തിൽ തന്നെ അത് പറഞ്ഞു പത്രക്കാരോട്, നിങ്ങളിപ്പം മാധ്യമ പ്രവർത്തകരാണ്, നിങ്ങൾ ഇവിടെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഉത്തരം പറയുന്നുണ്ട്. ഞാനൊരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളവിടെ വന്നിട്ട് ചോദിക്കുമോ? ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയൂ? പൊതുയോഗത്തിൻ്റെ മര്യാദ ഉണ്ടല്ലോ, അതല്ലേ സാധാരണ രീതി. അപ്പോൾ അതല്ലേ പാലിച്ചു പോകേണ്ടത് എപ്പോഴും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നപ്പോൾ അന്നേരം ഉണ്ടായ ഒരു പ്രതികരണമാണത്, അത്രയേ ഉള്ളൂ. അത് അതായത് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നൊരു സ്വഭാവം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ചോദ്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഒരു പ്ലാൻ അനുസരിച്ചല്ലെങ്കിൽ ചോദ്യങ്ങളിപ്പം പത്രസമ്മേളനങ്ങളിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരുമല്ലോ, അതിന് പ്രശ്നമില്ലല്ലോ. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ രീതിയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളൊരു പൊതുയോഗത്തിൽ സംസാരിക്കാൻ പോകുന്നു. പണ്ട് കാലങ്ങളിലുള്ള ഒരു ശീലം, ചില പൊതുയോഗം ബഹളം വെക്കാൻ വേണ്ടി, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗമൊക്കെ ആകുമ്പോൾ ബഹളം വെക്കാൻ ചില സെറ്റുകാരുണ്ട്. അങ്ങനെ ഒരു സെറ്റുകാർ ഒരിക്കൽ എൻ്റെ യോഗത്തിൽ ഒരു കളിച്ച കളി ഞാൻ പറയാം വേണമെങ്കിൽ. പഴയ കാലമാണ്, എൻ്റെ ചെറുപ്പകാലം. സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴോ? അല്ലല്ല, അതിനെല്ലാം വളരെ മുമ്പ് ഒരു സ്ഥലത്ത് യോഗത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു, മൈക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നിലയിൽ സംസാരം, അവിടെ തൊട്ടടുത്ത് തന്നെ ആൾ വരുമല്ലോ. അപ്പോൾ വന്നിട്ടൊരു കടലാസ് തന്നു. അപ്പോൾ ചോദ്യമാണ്, ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. അപ്പോൾ ഈ കടലാസ് ഞാൻ നോക്കിയപ്പോൾ ചോദ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ പൊതുയോഗമാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഇരിക്കാം, ഇഷ്ടമില്ലാത്തവർ ഇവിടുന്ന് പോവുക. ഇപ്പം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ഞാൻ കടലാസ് കീറിയും കിട്ടും. അത് വലിയ ബഹളാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഞങ്ങളെ പാർട്ടി വിരുദ്ധ കേന്ദ്രമാണ്. പക്ഷെ അതാണ് എൻ്റെ രീതി, ഞാനത് ചെയ്തു. ഇപ്പോഴാണെങ്കിൽ ഒരു പക്ഷേ അതിന് വ്യത്യസ്ത മാനങ്ങൾ വന്നേനെ അല്ലേ, ഈ ക്യാമറകൾ അല്ലേ?